ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവാംഗന ആനന്ദ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഓർഗനൈസേഷനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. സ്റ്റുഡൻറ്റ് നേഴ്സസ് അസോസിയേഷൻ, അല്ലെങ്കിൽ ഷോർട്ടായി പറയുകയാണെന്നുണ്ടെങ്കിൽ SNA. ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടും ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. SNA എന്താണ്, ഇതിൻ്റെ എയിം എന്തൊക്കെയാണ്, നിങ്ങൾക്കിതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ലഭിക്കും, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇതിലുള്ളത്, എന്തൊക്കെ പൊസിഷൻസ് ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതെന്ന്. അതേപോലെ തന്നെ നേഴ്സിംഗ് സ്റ്റുഡൻസ് എല്ലാവരും തന്നെ കാണുക. ഈ ഒരു അസോസിയേഷൻ, അതായത് സ്റ്റുഡൻറ്റ് നേഴ്സസ് അസോസിയേഷന് കുറേ അധികം ബെനിഫിറ്റ്സ് ഉണ്ട്. എല്ലാവരും തന്നെ കേൾക്കുക, നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്നതായിരിക്കും. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ തന്നെ ഫുള്ളായിട്ടും നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ ഒരു അസോസിയേഷൻ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നും അതേപോലെ തന്നെ എങ്ങനെയാണ് നല്ല രീതിയിൽ ആക്റ്റീവ് ആവുക എന്നുള്ള കാര്യവും ഞാൻ കൃത്യമായി തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ എല്ലാവരും തന്നെ ഫുള്ളായിട്ടും കേൾക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, SNA അതായത് സ്റ്റുഡൻറ്റ് നേഴ്സസ് അസോസിയേഷൻ എന്നത് ഇന്ത്യയിലെ എല്ലാ നേഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഈ അസോസിയേഷൻ നേഴ്സിംഗ് സ്റ്റുഡൻസിന് ഒരു പ്രൊഫഷണൽ ഐഡൻറ്റിറ്റി കൊടുക്കും. അതേപോലെ തന്നെ അവരുടെ ലീഡർഷിപ്പ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു അസോസിയേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. SNA എന്നത് TNAI അതായത് ട്രെയിൻഡ് നേഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റുഡൻറ്റ് വിങ് ആണ്. അതായത് നേഴ്സസിൻ്റെ നാഷണൽ ലെവൽ ഓർഗനൈസേഷനാണ് ഈ TNAI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു പാർട്ടാണ് SNA എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ പറയണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമെന്നും വിചാരിക്കുന്നത്. ചില കുട്ടികൾക്കൊക്കെ ബോറാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, പക്ഷേ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകും. നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേഴ്സിങ്ങിന് പോകാനായിട്ട് ഇരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ എല്ലാവരും തന്നെ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ SNA പറ്റിയിട്ട് പറയാം. അതായത് SNA സ്റ്റാർട്ട് ചെയ്തത് 1929 ട്രെയിൻഡ് നേഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയിലെ മെമ്പേഴ്സൊക്കെ കൂടെ ചേർന്ന് നേഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് വേണം എന്ന് കരുതിയാണ് ഈ ഒരു അസോസിയേഷൻ തുടങ്ങിയത്. ആദ്യം ഒരു ചെറിയ ഗ്രൂപ്പ് ആയിരുന്നു, പക്ഷേ ഇന്ന് ഇന്ത്യ മുഴുവനും ഗവൺമെൻറ്, പ്രൈവറ്റ്, മിഷൻ, മെഡിക്കൽ കോളേജ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും SNA യൂണിറ്റ്സ് ഉണ്ട്. SNA എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ +1 +2 നമുക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അതേപോലെ തന്നെ NSS അങ്ങനെ കുറേ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ഒരു SNA എന്ന് പറയുന്നതും. നേഴ്സിംഗ് പ്രൊഫഷനെ പ്രൊമോട്ട് ചെയ്യാനും അതേപോലെ തന്നെ സ്റ്റുഡൻസിനെ യുണൈറ്റ് ചെയ്യാനും അവരുടെ വോയിസ് റെപ്രസെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷനാണ് SNA. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. SNAയുടെ എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സിനെ പറ്റിയിട്ട് ഞാൻ പറയാം. SNAയുടെ മെയിൻ എയിമാണ് നേഴ്സിംഗ് സ്റ്റുഡൻസിനെ പ്രൊഫഷണലായി ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നത്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുക, അതേപോലെ ലീഡർഷിപ്പ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, സോഷ്യൽ സർവീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, യൂണിറ്റി എമംഗ് നേഴ്സിംഗ് സ്റ്റുഡൻസ് അതായത് നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ആ ഒരു യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ് പ്രോഗ്രാംസ് നടത്താൻ വേണ്ടിയിട്ടും, കൾച്ചറൽ, സ്പോർട്സ് ആൻഡ് അക്കാഡമിക് ഗ്രോത്ത് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെയാണ് ഈ ഒരു SNA അസോസിയേഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് SNA ഒരു സ്റ്റഡി ഗ്രൂപ്പ് അല്ല, ആ ഒരു കാര്യം മനസ്സിലാക്കുക. SNA എന്നത് ഒരു കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റൽ പ്ലാറ്റ്ഫോമാണ്, ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനിയും SNAയുടെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് പറയാം. SNA ഒരു സ്ട്രക്ചേർഡ് ഓർഗനൈസേഷനാണ്. ഇതിനൊരു ഹൈറാർക്കി ഉണ്ട്. അതായത് യൂണിറ്റ് ലെവൽ, സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ, ഇങ്ങനെയാണ് ഇത് പോകുന്നത്.
കോളേജ് ലെവൽ SNA യൂണിറ്റിനെയാണ് യൂണിറ്റ് ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോളേജിൽ ഓരോ SNA യൂണിറ്റിന് ഒരു SNA അഡ്വൈസർ ഉണ്ടാകും. പിന്നെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ, ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നുള്ള പൊസിഷൻസും ഉണ്ടാകും. ഈ പൊസിഷൻസ് എല്ലാം സ്റ്റുഡൻസ് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. ഈ ഒരു അസോസിയേഷനിൽ നിന്നും ഒരു നേഴ്സിന് ലീഡർഷിപ്പ് പഠിപ്പിക്കുന്ന ഒരു റിയൽ എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും തന്നെ ഈ ഒരു SNA പറ്റിയിട്ട് അറിയാമായിരിക്കും. മിക്ക കുട്ടികൾക്കും അറിയാവുന്നൊരു അസോസിയേഷനാണ് SNA. എല്ലാവർക്കും തന്നെ ഇവൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് എന്ന ആ ഒരു രണ്ടും ഉള്ളത് കൊണ്ടാണ് ഈ ഒരു SNA സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ കോമൺ SNA ആക്ടിവിറ്റീസ് ഞാനിവിടെ പറയാം. അതായത് ഹെൽത്ത് അവെയർനെസ് പ്രോഗ്രാം, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്യാമ്പ്സ്, കൾച്ചറൽ ഇവൻറ്റ്സ്, ഇങ്ങനെ കുറച്ചാണുള്ളത്. ഹെൽത്ത് അവെയർനെസ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ബ്ലഡ് ഡൊണേഷൻ, ഹൈജീൻ അവെയർനെസ്, വാക്സിനേഷൻ ക്യാമ്പ്, അതൊക്കെയാണ് വരുന്നത്. ഇനിയും കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്യാമ്പ് എന്ന് പറയുമ്പോൾ റൂറൽ ഏരിയയിൽ ഹെൽത്ത് ചെക്കപ്പ് നടത്തുക, അതേപോലെ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ ഇനിയും കുറേ ഉണ്ട്. സ്പോർട്സ് കോമ്പറ്റീഷൻസ്, സെമിനാർ ആൻഡ് വർക്ക്ഷോപ്സ്, ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ്, ഒബ്സർവേഷൻ ഓഫ് ഇമ്പോർട്ടൻ്റ് ഡേയ്സ്, ഇങ്ങനെ പറഞ്ഞ് കുറേ കോമൺ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഓരോ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടും പറയുന്നതായിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ്സ്, അതായത് SNA അസോസിയേഷനിൽ ചേർന്നുള്ള ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് പറയാം. ആ ഒരു കാര്യം പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന വീഡിയോസൊക്കെ തന്നെ ഞാൻ ഉറപ്പായിട്ടും ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും അതേപോലെ നെക്സ്റ്റ് ഏത് വീഡിയോസാണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. SNAയിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് വളരെയധികം കൂടുതലാണ്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ആൻഡ് ലീഡർഷിപ്പ് ഉണ്ടാകും. അതേപോലെ തന്നെ സ്റ്റേജ് ഫിയർ കുറയും. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ടീം വർക്ക് എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി സർവീസ് എക്സ്പീരിയൻസ് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു TNAI, ആ ഒരു TNAIയിൽ മെമ്പർഷിപ്പ് കിട്ടും. ഫ്യൂച്ചറിൽ പ്രൊഫഷണൽ അഡ്വാൻറ്റേജ് ആയിരിക്കും ആ ഒരു കാര്യം എന്നത്. അതേപോലെ തന്നെ റെസ്യൂമിയിൽ SNA പാർട്ടിസിപ്പേഷൻ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു പ്ലസ് പോയിൻറ്റുമാണ്. ആ ഒരു കാര്യം എല്ലാവരും തന്നെ മനസ്സിലാക്കുക. നേഴ്സിംഗ് ജസ്റ്റ് എ സ്റ്റഡി അല്ല. നേഴ്സിംഗ് എന്നത് ഒരു സർവീസ് പ്രൊഫഷനാണ്. SNAയിൽ ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ ഈ ഒരു സ്റ്റുഡൻറ്റ് നേഴ്സസ് അസോസിയേഷൻ അഥവാ SNAയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു തരാം. SNA മെമ്പർ ആവുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സിമ്പിളാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ, അതായത് നിങ്ങൾ നേഴ്സിങ്ങിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുന്ന ആ ഒരു കോളേജിൽ SNA രജിസ്ട്രേഷൻ നടക്കുന്നതായിരിക്കും. കോളേജിലെ അഡ്വൈസർ രജിസ്ട്രേഷൻ ചെയ്യും. ആനുവൽ മെമ്പർഷിപ്പ് ഫീ ഉണ്ടാകുന്നതായിരിക്കും. അത് ഏകദേശം ഒരു 100 റുപ്പീസോ 200 റുപ്പീസോ ആയിരിക്കും. പിന്നെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇവൻറ്റ്, സെമിനാർ എല്ലാം തന്നെ അവർ റെക്കോർഡ് ചെയ്യുന്നതും ആയിരിക്കും. ആക്റ്റീവ് മെമ്പർ ആയാൽ കോളേജിൽ നിന്നും ഇവൻ ബെസ്റ്റ് SNA മെമ്പർ അവാർഡ് പോലും കിട്ടുന്നതായിരിക്കും. ആ ഒരു കാര്യം എല്ലാവരും തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, SNA ഒരു ഓർഗനൈസേഷൻ മാത്രമല്ല, ഇതൊരു നേഴ്സിംഗ് സ്റ്റുഡൻസ് ജേർണിയുടെ പാർട്ടാണ്. ഇത് നിങ്ങളെ ക്ലാസ് റൂമിലെ നേഴ്സായി മാറ്റുന്നതല്ല, പക്ഷേ കമ്മ്യൂണിറ്റിയിൽ ഒരു റെസ്പോൺസിബിൾ പ്രൊഫഷണൽ ആയി മാറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ SNAയിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുക, ന്യൂ ഐഡിയാസ് പ്രപ്പോസ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും തന്നെ ഫ്യൂച്ചർ നേഴ്സിംഗ് ലൈഫിൽ ഇതൊരു വലിയ ഡിഫറൻസ് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എന്താണ് SNA എന്നത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും തന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്.
അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്.